So hi everyone, International Math Olympiads എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ 65th ഇന്റർനാഷണൽ മാത്ത് ഒളിമ്പ്യാഡ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജൂലൈ 11 മുതൽ ജൂലൈ 22 വരെയാണ്. സോ അതിന്റെ റിസൾട്ട്സിന് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ വർഷം നമ്മുടെ കൺട്രി, നമ്മുടെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പോയിട്ടുള്ള സ്റ്റുഡൻസിന് ഓവറോൾ 9th റാങ്കാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ 2001, 2002 7-9 റാങ്ക്സ് വന്നിട്ടുണ്ട്. അതിനൊരു 20 ഇയേഴ്സിന് ശേഷമാണ് നമ്മളൊരു ടോപ്പ് 10 വന്നിട്ടുള്ളത്. സോ എങ്ങനെയാണ് നമ്മളുടെ കൺട്രീനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരു 6 സ്റ്റുഡൻസ് ഈ ഒരു ഇവന്റിന് പങ്കെടുക്കുന്നത്? സോ എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് ഇതിനുള്ളത്, അതുപോലെ എന്തൊക്കെ എക്സാംസ്, ഏതൊക്കെ ലെവൽ ഓഫ് എക്സാംസ് കടന്നിട്ടാണ് ഇവർ അതിലേക്ക് പോകുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ കണ്ടിട്ടുണ്ട്. സോ അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ IOQM 2024-2025 രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന അതിന്റെ രജിസ്ട്രേഷൻ എങ്ങനെയാണ്, അതുപോലെ എക്സാം പാറ്റേൺ എന്താണ്, ആരൊക്കെയാണ് എലിജിബിൾ, നമുക്ക് എങ്ങനെയാണ് ഇത് രജിസ്റ്റർ ചെയ്യുക, ഏതൊക്കെ സ്കൂൾസിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് തിങ്, IOQM രജിസ്ട്രേഷൻ ഫോർ സെന്റേഴ്സ്. ആദ്യം നമ്മളുടെ സ്കൂൾസ് ആണ് രജിസ്റ്റർ ചെയ്യുക, സെന്റേഴ്സ് ആണ് രജിസ്റ്റർ ചെയ്യുക. സോ 28th ജൂൺ മുതൽ 28th ജൂലൈ വരെയാണ് സ്കൂൾസിന് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം. സോ ഏതൊക്കെ സ്കൂൾസ് ആണുള്ളത് നോക്കിയാൽ KV JNV ആൻഡ് അതർ സ്കൂൾ എന്നുള്ള ഒരു കാറ്റഗറിയാണ് ഇവിടെ ഉള്ളത്. സോ KV JNV കേന്ദ്രീയ വിദ്യാലയ ആൻഡ് ജവഹർ നവോദയ വിദ്യാലയ സ്റ്റുഡൻസ് ഒക്കെ അവരുടെ സ്കൂളുകളിൽ തന്നെയാണ് IOQM എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത്. മറ്റു സ്കൂളുകളിലുള്ള സ്റ്റുഡൻസിന് അവരുടെ സ്കൂൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ തൊട്ടടുത്ത നൈബറിംഗ് സ്കൂളിലോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടോ എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. അതുപോലെ സ്റ്റുഡൻസ് സ്റ്റഡിയിങ് ഔട്ട്സൈഡ് ഇന്ത്യ ക്യാൻ രജിസ്റ്റർ ഓൺലൈൻ പ്രൊവൈഡ് ദേ ആർ വില്ലിംഗ് ടു റൈറ്റ് ദ എക്സാമിനേഷൻ ഇൻ ഇന്ത്യ. സോ ഇതാണ് രജിസ്ട്രേഷന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്. സോ നമ്മൾ ഡേറ്റ് നോക്കിയാൽ 17th ജൂലൈ മുതലാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, സ്റ്റുഡൻസിനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 28 ജൂൺ മുതൽ രജിസ്റ്റർ ആവുന്ന സെന്ററുകളിൽ എന്ത് ചെയ്യാം, ആ ഡേറ്റ് മുതൽ തന്നെ നമുക്ക് പോയിട്ട് ഓഫ്ലൈൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ 17th ജൂലൈ മുതൽ 12th ഓഗസ്റ്റ് വരെ ഓൺലൈൻ ആയിട്ട് സ്റ്റുഡൻസിന് രജിസ്റ്റർ ചെയ്യാം. സോ നമ്മൾ അടുത്ത ഡീറ്റെയിൽസ് നോക്കിയാൽ ടൈം ഓഫ് എക്സാമിനേഷൻ ആൻഡ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ. സോ എക്സാമിന്റെ ഡേറ്റ് 8th സെപ്റ്റംബർ 2024 സൺഡേ ആണ് ഈ എക്സാം നടക്കുന്നത്. ആൻഡ് അതിന്റെ ടൈം ഒരു 3 മണിക്കൂറാണ് നമ്മളുടെ എക്സാം ഉണ്ടാവുക. സോ എക്സാം ടൈം മോർണിംഗ് 10 AM മുതൽ 1 PM വരെയാണ് എക്സാം നടക്കുന്നത്. സോ നെക്സ്റ്റ് തിങ്, എക്സാമിന്റെ ഫീ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ്. സോ KV ആൻഡ് JNV സ്റ്റുഡൻസിന് 180 rupees ആണ് രജിസ്ട്രേഷൻ ഫീ. അതുപോലെ തന്നെ മറ്റു സ്കൂളുകളിലെ സ്റ്റുഡൻസിന് 300 rupees ആണ് രജിസ്ട്രേഷൻ ഫീ. സോ ഇനി എക്സാം പാറ്റേണിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ IOQM ടെസ്റ്റ് സെപ്റ്റംബർ 8th 2024 നടക്കുക എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ 3 hours 3 മണിക്കൂറാണ് എക്സാമിന്റെ ടൈമിംഗ്. അതുപോലെ ടോട്ടൽ മാർക്സ്, ഈ എക്സാമിന്റെ ടോട്ടൽ മാർക്സ് എത്രയാണ്, 100 ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ ആൻസർ ടു ഈച്ച് ക്വസ്റ്റ്യൻ ഈസ് ആൻ ഇൻറ്റിജർ ഇൻ ദ റേഞ്ച് ഓഫ് 0 to 99. അതായത് IOQM ടെസ്റ്റ് ഒരു സബ്ജക്റ്റീവ് എക്സാം അല്ല. ഈ എക്സാമിൽ ഓരോ ചോദ്യത്തിന്റെ ആൻസർ ഒരു ഇൻറ്റിജർ ആയിരിക്കും. അതും 0 മുതൽ 99 വരെയുള്ള വാല്യൂസ്, അതായത് ഒരു 100 വാല്യൂസിന് ഇടയിലുള്ള ഒരു വാല്യൂ ആയിരിക്കും എന്ത്, ഓരോ ക്വസ്റ്റിന്റെ ആൻസർ. ദെൻ നോ നെഗറ്റീവ് മാർക്കിംഗ്, അതായത് ഈ ടെസ്റ്റിന് എന്തില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. സോ അത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ഈസി ടെസ്റ്റ് ആയിരിക്കും എന്നുള്ളത്. പക്ഷെ നമ്മൾ ആക്ച്വലി നോക്കിയാൽ നമുക്ക് ഓരോ ക്വസ്റ്റിന് എന്താണ്, ഒരു 100 ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. 0 മുതലുള്ള വാല്യൂ, 0 മുതൽ 99 വരെയുള്ള വാല്യൂസ് നമുക്ക് ആൻസർ ആയിട്ട് വരാം. സോ നമുക്കൊരു 100 ഓപ്ഷൻസ് ഉണ്ട് ഓരോ ക്വസ്റ്റിനും. ആൻഡ് ഇതൊരു OMR ബേസ്ഡ് എക്സാം ആണ്. ദെൻ നമ്മൾ ക്വസ്റ്റിന്റെ പാറ്റേൺ നോക്കിയാൽ 10 ക്വസ്റ്റ്യൻസ് ഓഫ് 2 marks ഈച്ച്, അതായത് 2 മാർക്കുള്ള 10 ക്വസ്റ്റ്യൻസ്, അതായത് 20 marks ആയിരിക്കും ഈ സെക്ഷൻ ഉണ്ടാവുക. നെക്സ്റ്റ് തിങ് 10 ക്വസ്റ്റ്യൻസ് ഓഫ് 3 marks ഈച്ച്, 3 മാർക്കുള്ള 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ദാറ്റ് ഈസ് 30 marks ഫോർ ദിസ് സെഷൻ. ദെൻ 5 marks ഉള്ള ഒരു 10 questions, which means in total 30 questions മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ 3 മണിക്കൂറിൽ ചെയ്യുന്നുള്ളൂ. സോ ഈ 30 ക്വസ്റ്റ്യൻ ചെയ്യാൻ 3 മണിക്കൂർ വേണമെന്ന് ചോദിക്കുന്നവരുണ്ടാവും. പക്ഷെ നമുക്കറിയാം IOQM അല്ലെങ്കിൽ മാത്ത് ഒളിമ്പ്യാഡ് ടെസ്റ്റുകളൊക്കെ എന്താണ്, ഇന്ത്യയിലെ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ആണ്. സോ നെക്സ്റ്റ് തിങ് നമുക്ക് നോക്കാം, എലിജിബിലിറ്റി ക്രൈറ്റീരിയ. സോ ആരൊക്കെയാണ് ഈ ടെസ്റ്റ് എഴുതാൻ എലിജിബിൾ എന്നുള്ള കാര്യം നോക്കാം. സോ ഫസ്റ്റ് തിങ്, സ്റ്റുഡൻറ് ബോൺ ബിറ്റ്വീൻ August 1, 2005 ആൻഡ് July 31, 2012 ആൻഡ് സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 8, 9, 10, 11 ആൻഡ് 12. അതായത് ക്ലാസ് 8 മുതൽ ക്ലാസ് 12 അല്ലെങ്കിൽ +2 വരെ പഠിക്കുന്നവർക്കാണ് എന്ത്, IOQM ടെസ്റ്റ് എഴുതാനുള്ള എലിജിബിലിറ്റി. അതുപോലെ ഈ സെറ്റ് ഓഫ് സ്റ്റുഡൻസിന് ഒരു സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. നിങ്ങൾ 8th ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾ +2 ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു സെയിം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഉണ്ടാവുക. ആൻഡ് ഇവരാണ് IOQM 2024 എഴുതാനുള്ള എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർ. സെക്കൻഡ് പോയിന്റ്, സ്റ്റുഡൻറ് മസ്റ്റ് ബി എലിജിബിൾ ടു ഹോൾഡ് ഇന്ത്യൻ പാസ്പോർട്ട്. ആൻഡ് തേർഡ് വൺ എന്താണ്, സ്റ്റുഡൻറ് മസ്റ്റ് ബി റിസൈഡിങ് ആൻഡ് സ്റ്റഡിങ് ഇൻ ഇന്ത്യ സിൻസ് 30 October 2022 or earlier. Okay, and or must be studying in an Indian school system since
30 October 2022 or earlier. So ഒന്നെങ്കിൽ പുറത്ത് പഠിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ഡേറ്റിന് മുന്നേ എന്താണ് ഇന്ത്യയിൽ സ്റ്റഡി ചെയ്യുന്നവരായിരിക്കണം, അല്ലെങ്കിൽ പുറത്തൊരു ഇന്ത്യൻ സ്കൂൾ സിസ്റ്റത്തിൽ പഠിക്കുന്നവരായിരിക്കണം. ആൻഡ് സ്റ്റുഡൻറ് മസ്റ്റ് നോട്ട് ഹാവ് ക്വാളിഫൈഡ് class +2 board examination earlier than 30th October 2024. So 30th October 2024 മുന്നേ എന്ത് ചെയ്യരുത്, +2 എക്സാംസ് കംപ്ലീറ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അതിന് മുന്നേ ക്വാളിഫൈഡ് ആയവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ടെസ്റ്റ് എഴുതാൻ പറ്റില്ല. സോ നെക്സ്റ്റ് തിങ് എന്താണ്, ക്രൈറ്റീരിയ ഫോർ ക്വാളിഫിക്കേഷൻ ഫ്രം IOQM ടു RMO. സോ നമ്മൾ പറഞ്ഞു IOQM നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ആണ്, മാത്ത് ഒളിമ്പ്യാഡ് സീരീസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് IOQM. സോ അതിൽ നിന്ന് എങ്ങനെയാണ് നെക്സ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള റീജിയണൽ മാത്ത് ഒളിമ്പ്യാഡിലേക്ക് സെലക്ട് ആവാമെന്ന് നോക്കാം. സോ എ സ്റ്റുഡൻറ് ഹാസ് ടു സ്കോർ അറ്റ്ലീസ്റ്റ് 10% ഓഫ് ദ ടോട്ടൽ മാർക്സ്. അതായത് IOQM എക്സാമിൽ 100 മാർക്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു, അതിൽ 10%, അതായത് 10 മാർക്സ് എങ്കിലും സ്കോർ ചെയ്ത സ്റ്റുഡൻസ് ആണ് ക്വാളിഫൈഡ് ആവുക. പക്ഷേ ഈ സ്റ്റുഡൻസിന് എല്ലാം RMO എഴുതാൻ പറ്റില്ല. അത്രയും സ്റ്റുഡൻസ് എന്താണ് IOQM ക്വാളിഫൈഡ് ആണെന്ന് നമുക്ക് പറയാം. ആൻഡ് any student who has scored at least 10% of the total marks of IOQM and enrolled in IOQM from the class 8 to 11, അതായത് ക്ലാസ് 8 മുതൽ 11 വരെ സ്റ്റാൻഡേർഡുള്ള സ്റ്റുഡൻസിനെ കാറ്റഗറി A സ്റ്റുഡൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അതുപോലെ അറ്റ്ലീസ്റ്റ് 10% ക്രോസ് ചെയ്തിട്ടുള്ള ക്ലാസ് +2 സ്റ്റുഡൻസിനെ കാറ്റഗറി B സ്റ്റുഡൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ഇവരിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ നോക്കാം. ഇത് കഴിഞ്ഞ വർഷം വരെയുള്ള ഒരു പാറ്റേൺ ആണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സോ ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് ഹു ക്വാളിഫൈ ഫോർ RMO വിൽ ബി പ്രിപ്പയർഡ് അക്കോർഡിംഗ് ടു ദ ഫോളോയിങ് റൂൾ. അതായത് കാറ്റഗറി എയിൽ നിന്ന് ദ ടോപ്പ് 200 സ്റ്റുഡൻസ് വിൽ ബി സെലക്ടഡ്. സോ കാറ്റഗറി A എന്ന് പറഞ്ഞാൽ ക്ലാസ് 8 മുതൽ 11 വരെയുള്ള സ്റ്റുഡൻസിൽ നിന്ന് ടോപ്പ് 200 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് കാറ്റഗറി B +2, അതായത് ക്ലാസ് 12 സ്റ്റുഡൻസിന് ദ ടോപ്പ് 40 സ്റ്റുഡൻസ് വിൽ ബി സെലക്ടഡ്. സോ നെക്സ്റ്റ് തിങ്, അഡീഷണലി 5 അഡീഷണൽ ഗേൾ സ്റ്റുഡൻസ് ഫ്രം കാറ്റഗറി A irrespective of their number of girl students in the top 200. സോ ഈ 200-ലുള്ള ഗേൾസിന്റെ നമ്പറിന് ഇറസ്പെക്റ്റീവ് ആയിട്ട് 5 ഗേൾ സ്റ്റുഡൻസിനും കൂടെ അഡീഷണലി എന്ത് ചെയ്യും, സെലക്ട് ചെയ്യുന്നതാണ് ഫോർ RMO. സോ ഇമ്പോർട്ടൻ്റ്ലി എന്താണ്, നമ്മളുടെ IOQM, നമ്മളുടെ മാത്ത് ഒളിമ്പ്യാഡിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള IOQMന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജൂലൈ 17 മുതലാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂൺ 28 മുതൽ തന്നെ സെന്റേഴ്സിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയിട്ടുണ്ട്. സോ സെന്ററുകൾ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. സോ നിങ്ങളുടെ മാത്ത് എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ മാത്സ് ജീനിയസ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് മസ്റ്റ് ആയിട്ട് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ പാരൻസിന് അല്ലെങ്കിൽ മാത്സ് ടീച്ചേഴ്സിനൊക്കെ എന്ത് ചെയ്യാം, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം.